ഗുഡ് മോർണിംഗ് എവരിബഡി. വൃത്തത്തിൻ്റെ ആശയങ്ങളിലേക്ക് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയായി വീണ്ടും നമ്മളിന്ന് കണ്ടുമുട്ടുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഓർത്തിരിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ വൃത്തത്തിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഒരു ചാപത്തിൻ്റെ കേന്ദ്രകോണിൻ്റെ പകുതിയാണ് മറുചാപത്തിലെ കോണിൻ്റെ അളവെന്നാണ് നമ്മൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. ആ ആശയം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരേ ചാപത്തിലെ കോണുകളെല്ലാം തുല്യമാണ്. ആംഗിൾസ് ഇൻ ദ സെയിം ആർക്ക് ആർ ഈക്വൽ. അവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മളിപ്പോൾ ക്ലാസ് തുടങ്ങുന്നത്. നോക്കാം. ഞാൻ ഒരു സർക്കിൾ വരച്ചു. ഇതിനെ രണ്ട് ഭാഗങ്ങളാക്കി. മുകളിൽ നിങ്ങൾക്ക് ഇവിടെ തൊട്ട് ഇവിടം വരെ ഒരു ചാപം കാണാം. അടിഭാഗത്ത് നിങ്ങൾക്ക് ഇവിടെ തൊട്ട് ഇവിടം വരെ ഒരു ചാപം കാണാം. യു ക്യാൻ സീ എ പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് നോൺ ആസ് ആർക്ക്, അപ്പർ ആർക്ക് ആൻഡ് ബോട്ടം ആർക്ക്. മുകളിലും ഒരു ആർക്ക് കാണുന്നുണ്ട്, നിങ്ങൾ താഴത്തും ഒരു ആർക്ക് കാണുന്നുണ്ട്. ഇനി ഞാൻ ഇവിടെ സെൻട്രൽ ആംഗിൾ അടയാളപ്പെടുത്തി, കേന്ദ്രകോൺ അടയാളപ്പെടുത്തി. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നു കേന്ദ്രകോൺ കിട്ടിയിരിക്കുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത് ഈ സെൻട്രൽ ആംഗിളിൻ്റെ ഈ കേന്ദ്രകോണിൻ്റെ പകുതി ആയിരിക്കും ഈ ആർക്കിൽ വരുന്ന ഈ ചാപത്തിൽ വരുന്ന കോണുകളുടെ അളവുകൾ. ഉദാഹരണത്തിന് ഞാൻ ഈ ചാപത്തിൽ ഞാൻ ഇവിടെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തി, ഇവിടെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തി, ഇവിടെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തി. വളരെ വ്യക്തമായി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ഞാനിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ നോക്ക്, നിങ്ങൾ ഈ ചാപത്തിൽ ഞാൻ 3 കോണുകൾ വരയ്ക്കാൻ പോകുന്നു. ഞാൻ എവിടെ നിന്ന് വരയ്ക്കുന്നു ഈ ചാപത്തിൽ കോണുകൾ എന്ന് പരിശോധിക്കുക. ഈ ചാപത്തിന്റെ അഗ്രബിന്ദുക്കൾ എൻ പോയിന്റുകളിൽ നിന്നാണ് വരയ്ക്കുന്നത്. താഴത്തെ ചാപത്തിന്റെ അഗ്രബിന്ദുക്കളിൽ നിന്നാണ് ഞാൻ ഇവിടത്തേക്ക് കോണ് വരയ്ക്കുന്നത്. ഈ 3 ബിന്ദുക്കളിലേക്ക് എൻ പോയിന്റ്സ് ഓഫ് ദിസ് ആർക്ക് ഐ ആം ഡ്രോയിങ് angle in this arc from the end points of this arc. നോക്ക്, നിങ്ങൾ ഈ ആർക്ക് ഇവിടെ തൊട്ട് ഇവിടെ വരെയല്ലേ തുടങ്ങുന്നത്, അല്ലെ? അപ്പൊ ഞാൻ അവിടെ നിന്നാണ് ഇവിടത്തേക്ക് ഞാനൊരു വര വരച്ചു, ഇവിടത്തേക്ക് ഒരു വര വരച്ചു. അപ്പൊ നമ്മൾ ഈ ചാപത്തിൽ ഒരു കോൺ വരച്ചു. വീണ്ടും ഞാൻ ഇവിടത്തേക്കാണ് വരയ്ക്കുന്നത് എവിടെ നിന്നാണ്? ഇവിടെ നിന്ന് തന്നെയാണ് വരയ്ക്കുന്നത്. വീണ്ടും ഈ പോയിന്റിലേക്ക് ഞാനൊരു കോൺ വരച്ചു. വീണ്ടും ഞാൻ ഇവിടത്തേക്കും ഞാനൊരു കോൺ വരച്ചു. ഇപ്പൊ ഞാൻ 3 വെർട്ടക്സുകൾ വരച്ചു, 3 മൂലകൾ വരച്ചു. ഈ 3 മൂലകളും ഈ ചാപത്തിലാണുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ അവസാനിപ്പിച്ചിരിക്കുന്നത് ഈ കോണ്, ഈ കേന്ദ്ര കോണ് 100 ആണെങ്കിൽ ഈ കോണ് 50 ആയിരിക്കും. അതിന്റെ പകുതി ഈ കോണ് 50 ആയിരിക്കും, ഈ കോണ് 50 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകളെല്ലാം തുല്യമാണ്. ഒരു വൃത്തഖണ്ഡം എന്ന് പറഞ്ഞാൽ ഒരേ ചാപത്തിലെ കോണുകളെന്ന തുല്യമാണെന്ന ആശയത്തിലാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. ആംഗിൾസ് ഇൻ ദ സെയിം സർക്കിൾസ് ആർ ഈക്വൽ എന്നാണ് നമ്മൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു കാര്യം തെളിയിക്കാൻ പോകുന്നത്. അപ്പം ഈ വൃത്തത്തിൽ ഞാനൊരു ഞാണ് വരച്ചു, ഒരു കോഡ് വരച്ചു, വീണ്ടും ഞാനൊരു കോഡ് വരച്ചു. ഈ 2 കോഡുകളും കൂട്ടിമുട്ടുന്നുണ്ട്. ഈ കോഡിന് ഞാൻ AB എന്ന് പേര് കൊടുത്തു, ഈ കോഡിന് ഞാൻ CD എന്ന് പേര് കൊടുത്തു. ഈ കൂട്ടിമുട്ടുന്ന ബിന്ദുവിനെ ഇന്റർസെക്റ്റിംഗ് പോയിന്റിന് ഞാൻ P എന്ന് പേര് കൊടുത്തു. I have already drawn 2 chords. First one is AB and second one is CD, and point intersecting point is P. ഇപ്പം ഇങ്ങനെ 2 കോഡുകൾ വരച്ചിട്ട് നമ്മളോട് ആവശ്യപ്പെടാം പരീക്ഷയ്ക്ക് ഇങ്ങനെയാണ് ചോദിക്കുക, AP ഇൻറ്റു PB ഈക്വൽ ടു PC ഇൻറ്റു PB. ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. AP എന്ന വശം PB യോട് ഗുണിച്ചാൽ അത് PC എന്ന വശം PD യോട് ഗുണിക്കുന്നതിന് തുല്യമായിരിക്കും. നമുക്കറിയാം AP എന്ന് പറഞ്ഞ കഷ്ണം ഇതാണ്, PP എന്ന് പറഞ്ഞ കഷ്ണം ഇതാണ്. ഇതിന്റെ അളവും ഗുണിച്ചു കിട്ടുന്നത് ഏതിന് സമമായിരിക്കണമെന്ന ഇതിന്റെ അളവും ഇതിന്റെ അളവിനോട് ഗുണിച്ചു കിട്ടുന്നതിന് സമമായിരിക്കണമെന്ന് തെളിയിക്കണം. അപ്പൊ നമ്മൾ ഇങ്ങനെ തെളിയിക്കുന്ന അവസരത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ചിത്രത്തിലെ ഞാണുകളെ യോജിപ്പിച്ചുകൊണ്ട് 2 ത്രികോണങ്ങളാക്കി മാറ്റണം. ആ 2 ത്രികോണങ്ങളും സദൃശ്യങ്ങളാണെന്ന് തെളിയിക്കണം, സിമിലർ ട്രയാങ്കിൾ ആണെന്ന് തെളിയിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ടത് 2 ത്രികോണങ്ങൾ എങ്ങനെയാണ് സദൃശ്യങ്ങളാകുന്നത്.
സിമിലർ ട്രയാങ്കിൾ ആകുന്നത് ഒന്നും പേടിക്കാനില്ല. രണ്ട് ത്രികോണങ്ങളാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിന്റെ രണ്ട് ജോഡി കോണുകൾ ഈക്വൽ ആണെന്ന് നിങ്ങൾ തെളിയിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ എന്ത് സദൃശ്യമാണെന്ന് തെളിയിച്ചാൽ മതി. അപ്പോൾ രണ്ട് ത്രികോണങ്ങൾ സദൃശ്യമാകണമെങ്കിൽ അതിന്റെ രണ്ട് ത്രികോണത്തിന്റെയും രണ്ട് ജോഡി കോണുകൾ തുല്യമാണ് തെളിയിച്ചാൽ മതി. അപ്പൊ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആകണമെങ്കിൽ ടു പെയർസ് ഓഫ് ആംഗിൾ ഓഫ് ദീസ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ആ ട്രയാങ്കിൾ സിമിലർ ആണെന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് നോക്കാം. ഈ വരകളെ യോജിപ്പിച്ചുകൊണ്ട് രണ്ട് ത്രികോണങ്ങളാക്കി മാറ്റണം. അതിൽ എ പി ഉണ്ടാവണം, ആ ത്രികോണത്തിൽ എ പി എന്ന വശം ഉണ്ടാവണം, പി ബി എന്ന വശം ഉണ്ടാവണം, ത്രികോണങ്ങളിൽ പി സി എന്ന വശം ഉണ്ടായിരിക്കണം, പി ഡി. അപ്പൊ അങ്ങനെ ആ വശങ്ങൾ കിട്ടണമെങ്കിൽ നാം എയും സിയും യോജിപ്പിക്കുന്നു, ഇവിടെ ഡിയും ബിയും യോജിപ്പിക്കുന്നു. ഈ രണ്ട് ത്രികോണങ്ങൾ സദൃശ്യമാണ് തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്കത് തെളിയിക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഈ ചിത്രത്തിൽ യു കൻ സീ ടു ട്രയാങ്കിൾസ്. വാട്ട് ആർ ദ നെയിം ഓഫ് ദീസ് ട്രയാങ്കിൾസ്? ഫസ്റ്റ് ട്രയാങ്കിൾ ഈസ് എപിസി, ട്രയാങ്കിൾ എപിസി ആൻഡ് ട്രയാങ്കിൾ പിഡിബി. ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണ് തെളിയിച്ചാൽ മതി, സദൃശ്യങ്ങളാണ് തെളിയിച്ചാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ രണ്ട് ത്രികോണങ്ങൾ സദൃശ്യമാകണമെങ്കിൽ രണ്ട് ജോഡി കോണുകൾ തുല്യമാണ് തെളിയിച്ചാൽ മതി. അത് നമുക്ക് ഒരു ജോഡി ഈ ത്രികോണത്തിന്റെ ഈ കോണും ഈ കോണിന്റെയും സവിശേഷതകൾ നോക്കാം. ഏത്? എ പി സി എന്ന് പറഞ്ഞ ത്രികോണത്തിന്റെ കോൺ സിയും പി ബി ഡി എന്ന് പറഞ്ഞ ത്രികോണത്തിന്റെ കോൺ ബിയും തമ്മിലുള്ള ഒരു ബന്ധം നോക്കും നിങ്ങൾ. എന്ന് തുടങ്ങിയിട്ട് ഡിയിൽ അവസാനിക്കുന്ന ചാപത്തിലാണ് ഈ കോണ് വരച്ചിരിക്കുന്നത്, ഈ കോണ് വരച്ചിരിക്കുന്നത്. നോക്കണം, ഏത് കഷ്ണത്തിലാ? ഈ ചാപത്തിലാണ്. എന്ന് തുടങ്ങിയിട്ട് ഡിയിൽ അവസാനിക്കുന്നത് വരെയുള്ള ഒരു കഷ്ണം കിടക്കുന്നത്. ആ കഷ്ണത്തിലാണ് രണ്ട് ത്രികോണത്തിന്റെയും കോൺ സിയും കോൺ ബിയും വരച്ചിരിക്കുന്നത്. ഇപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചിട്ടില്ല, എന്താ? ആംഗിൾസ് ഇൻ ദ സെയിം ആർക്ക് ആർ ഈക്വൽ എന്ന് പഠിച്ചിട്ടില്ലേ? ഒരേ ചാപത്തിലെ കോണുകൾ തുല്യമാണെന്ന് പഠിച്ചില്ലേ? നമുക്ക് ചാപം നോക്കി, എവിടെ നിന്നാ തുടങ്ങുന്ന ചാപം? ഏഴിന് തുടങ്ങിയിട്ട് ആ കഷ്ണം എവിടെ അവസാനിക്കുന്ന? ഡിയിൽ അവസാനിക്കുന്നു. ആ കഷ്ണത്തിലാണ് കോൺ ബി ഉള്ളത്, കോൺ സി ഉള്ളത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ പ്രസ്താവന, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് എഴുതി കൂടെ, കോൺ സി സമം കോൺ ബി. ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ കാരണം പറയണം ആ ബ്രാക്കറ്റിൽ. അപ്പൊ നമ്മള് ഒരു ജോഡി കോണുകൾ തുല്യമാണ് തെളിയിച്ചു. കോൺ സി സമം കോൺ ബി. എന്താ കാരണം പറയാ? ഒരേ ചാപത്തിലെ കോണുകൾ, ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ്. അവിടെ നമ്മൾ ആൻസർ എഴുതേണ്ടത് കോൺ സി സമം കോൺ ബി, കോൺ സി സമം കോൺ ബി എന്നാണ്. അതിന് കാരണം എന്താ? ഒരേ ചാപത്തിലെ കോണുകളാണ്. നേരത്തെ നമ്മൾ കാണിച്ചു തന്നു ഞാൻ. ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ്, ആംഗിൾസ് ഇൻ ദ സെയിം ആർക്ക്, അങ്ങനെയും പറയും. അപ്പൊ ഒരു ജോഡി കോണുകൾ കിട്ടിയില്ലേ? ഇനി നിങ്ങൾ അടുത്ത രണ്ട് ജോഡി യു കൻ ഈസിലി ഫൈൻഡ് ഔട്ട് ഈക്വൽ ആംഗിൾസ് ഫ്രം ദിസ് ഫിഗർ. ഈ ആംഗിൾ ഈക്വൽ ആയതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു രണ്ട് ആംഗിൾ കാണാം. കണ്ടോ? എയും ഡിയും കണ്ടത്. എയും ഡിയും എന്ന് പറഞ്ഞ കോണ, എയും ഡിയും എന്ന് പറഞ്ഞ കോണ ഏത് ചാപത്തിലാണ് വരച്ചിരിക്കുന്നത്? സിന്ന് തുടങ്ങിയിട്ട് ബിയിൽ അവസാനിക്കുന്ന ചാപത്തിലാണ്. എവിടെ നിന്ന്? സിന്ന് തുടങ്ങിയിട്ട് ബിയിൽ അവസാനിക്കുന്ന ചാപത്തിലാണ് എയും ഡിയും വരച്ചിരിക്കുന്നത്. അപ്പൊ ഒരേ ചാപത്തിലെ കോണുകളല്ലേ, ഒരേ ആർക്കിലെ ആംഗിൾസ് അല്ലത്. അപ്പൊ നമുക്ക് അടുത്ത ജോഡി എന്ത് എഴുതാം? ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി. What will you write the reason in the bracket? Same reason writing written above statement. Angles in the same segment. ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകൾ. അപ്പൊ നമ്മൾ ഇപ്പോൾ രണ്ട് ത്രികോണങ്ങളുടെ രണ്ട് ജോഡി കോണുകൾ തുല്യമാണെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. വൺ സെക്കൻഡ് റിപ്പീറ്റ്, നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം. ഈ കോൺ സിയും കോൺ ബിയും ഏത് ചാപത്തിലെ കോണുകളാണ്? എന്ന് തുടങ്ങിയിട്ട് ഡിയിൽ അവസാനിക്കുന്ന ചാപത്തിലെ കോണുകളാണ്. കേട്ടോ, എന്ന് തുടങ്ങിയിട്ട് ഡിയിൽ അവസാനിക്കുന്ന വൃത്തത്തിന്റെ കഷ്ണത്തിലെ കോണാണ് കോൺ സിയും കോൺ ബിയും. അപ്പൊ നമുക്ക് എന്ത് പറയാം? കോൺ സി സമം കോൺ ബി. ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി. ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ്, ഒരേ ചാപത്തിലെ കോണുകൾ. അതുപോലെ തന്നെ എയും ടിയും അതുപോലെ തന്നെയാണ്. എയും ടിയും എന്ന് പറഞ്ഞ കോണ് വരച്ചിരിക്കുന്നത് സി എന്ന് തുടങ്ങി ബിയിൽ അവസാനിക്കുന്ന ചാപത്തിലാണ്. സി എന്ന് തുടങ്ങിയിട്ട് ബിയിൽ അവസാനിക്കുന്ന ചാപത്തിലാണ് എയും ഡിയും വരച്ചത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തി? കോൺ എ സമം കോൺ ഡി, ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകൾ അല്ലെങ്കിൽ ഒരേ ചാപത്തിലെ കോണുകൾ. ഇപ്പം രണ്ട് ജോഡി കോണുകൾ കിട്ടിയ കുട്ടികളെ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ത്രികോണങ്ങളും എന്താണെന്ന് പറയാം? സോ ദാറ്റ്
നിങ്ങൾക്ക് 2 ജോഡി കോണുകൾ കിട്ടിയ പിന്നെ നിങ്ങൾ ഒന്നും നോക്കണ്ട, മൂന്നാമത്തെ ജോഡി കോണുകൾ തുല്യമായിരിക്കും, അതുറപ്പാണ്. 2 കോണുകൾ തുല്യമായാൽ അടുത്ത മൂന്നാമത്തെ ജോഡി കോൺ തുല്യമായിരിക്കും. അതിലേക്ക് നമ്മളിപ്പോൾ കിടക്കണ്ട. അപ്പൊ നമ്മൾ മനസ്സിലാക്കി 2 ജോഡി കോണുകൾ തുല്യമാണെന്ന് മനസ്സിലാക്കി. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 2 ത്രികോണങ്ങൾ സദൃശ്യങ്ങളാകണമെങ്കിൽ, ട്രയാങ്കിൾസ് സിമിലർ ആകണമെങ്കിൽ 2 ജോഡി കോണുകൾ 2 ജോഡി ആംഗിൾസുകൾ ഈക്വലാണ് തെളിയിച്ചാൽ മതി. അത് നമ്മൾ തെളിയിക്കുകയും ചെയ്തു. കാരണം പറഞ്ഞു കൊടുത്തു, ബ്രാക്കറ്റിൽ കാരണം എടുക്കണേ, മറന്നു പോകരുത്. ഇതിന്റെ ബ്രാക്കറ്റിൽ ഒരേ ചാപത്തിലെ കോണുകൾ എഴുതി വെക്കണം, ഇതിന്റെ ബ്രാക്കറ്റിൽ ഒരേ ചാപത്തിലെ കോണുകൾ അല്ലെങ്കിൽ ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് എഴുതി വെക്കണം. എന്നിട്ട് നമ്മൾ ഇവിടെ എന്ത് എഴുതുന്നു, സോ ദാറ്റ് ട്രയാങ്കിൾസ് ആർ സിമിലർ. അതുകൊണ്ട് ഇവിടെ എഴുതുന്നു, അതുകൊണ്ട് ത്രികോണങ്ങൾ സദൃശ്യങ്ങളാണ്. അപ്പൊ നമ്മൾ ഈ 2 ത്രികോണങ്ങളും APC എന്ന് പറഞ്ഞ ത്രികോണവും PBD എന്ന് പറഞ്ഞ ത്രികോണവും സദൃശ്യങ്ങളാണ് തെളിയിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ 9ാം ക്ലാസ്സിൽ സദൃശ്യ ത്രികോണങ്ങളുടെ നിർവചനമുണ്ട്. എന്താണ്? ഒരു സദൃശ്യ ത്രികോണമാകണമെങ്കിൽ തുല്യമായ കോണുകൾക്ക് എതിരെ വരുന്ന വശങ്ങൾ ആനുപാതികമായിരിക്കും. എന്താ പറഞ്ഞ, എപ്പോഴാണ് നമ്മൾ ത്രികോണങ്ങൾ സദൃശ്യ ത്രികോണങ്ങൾ എന്ന് പറയാം? തുല്യമായ കോണുകൾ, നമ്മൾ തുല്യമായ കോണുകൾ സിയും ബിയും തുല്യമാണ്, എയും ഡിയും തുല്യമാണ്, അതിനെതിരെ വരുന്ന വശങ്ങൾ ആനുപാതികം. അപ്പം sides opposite to equal angles are in proportions. ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സുകളെ നമുക്ക് എങ്ങനെ എഴുതാം? പ്രൊപ്പോർഷണൽ ആയിട്ട് എഴുതാം. അതുകൊണ്ട് ആ ട്രയാങ്കിളുകൾ സിമിലർ ആയിരിക്കും. അതുകൊണ്ട് അത് സദൃശ്യ ത്രികോണങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ തുല്യമായിട്ട് വരുന്ന കോണുകൾക്കെതിരെ വരുന്ന വശങ്ങൾ ആനുപാതികമാണ്. എന്താണ് ആനുപാതികം എന്ന് പറഞ്ഞാൽ? ഉദാഹരണത്തിന് നിങ്ങൾ 8ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും, A:B C:D. A:B C:D എന്ന് എഴുതി കഴിഞ്ഞാൽ A:B എന്ന അനുപാതവും C:D എന്ന അനുപാതവും തുല്യമാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആനുപാതികം അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ എന്ന് പറയുന്നത്. അപ്പൊ A:B C:D എന്ന് എഴുതുന്നതിനെയാണ്, ആ രീതിയിൽ എഴുതുന്നതിനെയാണ് നമ്മൾ ആനുപാതികം എന്ന് പറയുന്നത്. അപ്പൊ 9ാം ക്ലാസ്സിലെ നിർവചനം നമ്മൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്നു. സദൃശ്യ ത്രികോണം, 2 ത്രികോണങ്ങൾ സദൃശ്യ ത്രികോണമാകണമെങ്കിൽ തുല്യമായ കോണുകൾക്ക് എതിരെ വരുന്ന വശങ്ങൾ ആനുപാതികമായിരിക്കും. അപ്പൊ നമ്മൾ ഈ 2 ത്രികോണങ്ങൾ സദൃശ്യമായിരുന്നില്ലേ, സദൃശ്യങ്ങളാണ് തെളിയിച്ചില്ലേ? അപ്പൊ തുല്യമായ കോണുകൾക്ക് എതിരെ വരുന്ന വശങ്ങൾ ഈ രീതിയിൽ എഴുതിക്കൂടെ? A:B C:D എഴുതിക്കൂടെ? അത് 9ാം ക്ലാസ് പഠിച്ചതാണ്. അപ്പൊ നമുക്ക് നമ്മൾ ആദ്യത്തെ തുല്യ കോണുകൾ ഏതാ? കോൺ C കോൺ Bക്ക് തുല്യമാണ്. അപ്പൊ കോൺ C നോക്കുന്നത്, കോൺ C കോൺ B, ഇതിന്റെ വശങ്ങൾ അനുപാതത്തിൽ എഴുതണം. ഫസ്റ്റ് തന്നെ A:B എന്ന രീതിയിൽ എഴുതണം. അപ്പൊ നോക്ക്, കോൺ C വായി നോക്കുന്നുണ്ടെങ്കിൽ ഇതാണ് കോൺ C. ഈ 2 വശങ്ങൾ ചേരുമ്പോഴാണ് ഈ കോൺ വരുന്നത്. അപ്പൊ അതിന്റെ എതിർവശം എന്ന് പറഞ്ഞാൽ ആ ത്രികോണത്തിന്റെ 3ാമത്തെ വശത്തിനാണ് എതിർവശം എന്ന് പറയുന്നത്, ഓപ്പോസിറ്റ് സൈഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ കോൺ സിയുടെ ഓപ്പോസിറ്റ് സൈഡ് ആരാണ്? AP ആണ്. കോൺ ബിയുടെ ഓപ്പോസിറ്റ് കണ്ട വായി നോക്കുന്നുണ്ടോ? ഒരു വശം ഇവിടെ നിന്ന് വന്ന് ഒരു വശം ഇവിടെ വന്ന് 2 വശങ്ങൾ ചേർന്നിട്ട് കോൺ B ഉണ്ടായി. അപ്പൊ അതിന്റെ തേർഡ് സൈഡ് ഏതാണ്? PD അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്താ? ഈ കോണിന്റെ എതിർവശം APയും ഈ കോണിന്റെ എതിർവശം PDയും നമുക്ക് അനുപാതത്തിൽ എഴുതാം. എങ്ങനെ എഴുതാം? കോൺ സിയുടെ എതിർവശം AP ഇതിന് സമാനമായ കോൺ B അല്ലേ? അതിന്റെ എതിർവശം ആരാണ്? PD ഇനി അടുത്ത ജോഡി കോണുകൾ ഏതാണ്? തുല്യ കോണുകൾ കോൺ എയും കോൺ ഡിയും അല്ലേ? നോക്ക്, കോൺ എ നോക്ക്, കണ്ടോ? കോൺ എ അതിന്റെ തേർഡ് സൈഡ് കണ്ടോ? ഈ 2 വശങ്ങൾ ചേരുമ്പോഴാണ് കോൺ എ ഉണ്ടാകുന്നത്. അതിന്റെ തേർഡ് സൈഡ് ആരാണ്? PC ആണ്. ഇതിന് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ D അല്ലേ? അതിന്റെ എതിർവശം ആരാണ്? PB ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? PC PD എന്ന്. PC PB. ഈ കോൺ ഡിയുടെ ഓപ്പോസിറ്റ് സൈഡ് ആരാണ്? PB ആണ്. ഈ കോണിന്റെ എതിർവശം. ഇപ്പൊ എന്താ ചുരുക്കി പറഞ്ഞാൽ, ആദ്യം നമ്മൾ ത്രികോണങ്ങൾ സദൃശ്യമാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? തുല്യമായ കോണിനെതിരെ വരുന്ന വശങ്ങൾ അനുപാതത്തിൽ എഴുതി. കോൺ സിയും കോൺ ബിയും തുല്യമാണ്. കോൺ സിയുടെ എതിർവശം ആരാണ്? ഈ കോണിന് നേരെ നോക്ക് നിങ്ങൾ, AP കാണുന്നില്ലേ? ഈ കോണിന് നേരെ നോക്ക് നിങ്ങൾ, PD കാണുന്നില്ലേ? അപ്പൊ കോൺ സിയുടെയും കോൺ PBയുടെ എതിർവശം ആരാണ്? AP ആണ്, PD ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതി? AP:PD സമം. പിന്നെ ഏതാണ്? കോൺ എയും കോൺ ഡി അല്ലേ തുല്യം? അതിന് നേരെ വരുന്ന വശം PC അല്ലേ? ഡിയുടെ നേരെ വരുന്ന വശം PB അല്ലേ? അപ്പൊ നമ്മൾ എന്ത് എഴുതി? PC:PB. ഇതിന്റെ ബ്രാക്കറ്റിൽ നിങ്ങൾ എന്ത് എഴുതണം? അതിന്റെ കാരണം പറയാം. എന്താ? സദൃശ്യ ത്രികോണങ്ങളുടെ
ശ്രദ്ധിച്ച് കേൾക്കണേ. സദൃശ്യ ത്രികോണങ്ങളുടെ സമമായ കോണുകൾക്ക് എതിരെ വരുന്ന വശങ്ങൾ ആനുപാതികമായിരിക്കും. ഇതിന്റെ ബ്രാക്കറ്റിൽ കാരണം എഴുതുന്നത് എന്താ പറയുക? കാരണം എഴുതേണ്ടത് നമ്മൾ എന്തുകൊണ്ടാണ് AP/PD=PC/PB എന്ന് പറഞ്ഞിരിക്കുന്നത്? അത് സദൃശ്യ ത്രികോണമാണ് തെളിയിച്ചു, അതുകൊണ്ട് അതിനെതിരെ വരുന്ന വശങ്ങൾ ആനുപാതികമായിരിക്കും. അപ്പൊ AP/PC=PC/PB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബ്രാക്കറ്റിൽ നിർബന്ധമായിട്ടും റീസൺ എഴുതണം. എന്താ? സദൃശ്യ ത്രികോണത്തിന്റെ സമമായ കോണുകൾക്ക് എതിരെ വരുന്ന വശങ്ങൾ ആനുപാതികമായിരിക്കും. ബ്രാക്കറ്റിൽ കാരണം എഴുതി വെക്കുക. സൈഡ്സ് opposite to equal angles of similar triangle are in proportion. The sides opposite to equal angles of similar triangle are in proportions. അത് ബ്രാക്കറ്റിൽ എഴുതി വെച്ചു. കഴിഞ്ഞു. ഇതോടുകൂടി കഴിഞ്ഞു. നമ്മൾ തെളിയിക്കാൻ പോവുകയാണ്. AP/PB=PC/PD. ഇവിടം വരെയാണ് നോക്കേണ്ടത്. once again repeat it. AP/PB=PC/PD എന്ന് തെളിയിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഈ രണ്ട് ത്രികോണങ്ങൾ സദൃശ്യമാണെന്ന് തെളിയിക്കണം, സിമിലിയർ ആണെന്ന് തെളിയിക്കണം. രണ്ട് ത്രികോണങ്ങൾ സിമിലിയർ സദൃശ്യങ്ങളാകണമെങ്കിൽ രണ്ട് ജോഡി കോണുകൾ തുല്യമാണെന്ന് തെളിയിക്കണം. ആദ്യം തന്നെ നമ്മൾ കോൺ സിയും കോൺ ബിയും എടുത്തു. കോൺ സി സമം കോൺ ബി എന്ന് പറഞ്ഞു, ഒരേ ചാപത്തിലെ കോണുകൾ, അതിന്റെ കാരണം എഴുതി. അതുപോലെ തന്നെ കോൺ എ സമം കോൺ ഡി എന്ന് എടുത്തു. കാരണം അതിന് ഒരേ ചാപത്തിലെ കോണുകൾ, രണ്ട് ജോഡി കോണുകൾ കിട്ടി. ത്രികോണങ്ങൾ സദൃശ്യങ്ങളാണ്, ത്രികോണങ്ങൾ സിമിലിയർ ആണ്. ഇനി നമ്മൾ എഴുതുന്നത് എന്താ? സദൃശ്യ ത്രികോണങ്ങളുടെ സമമായ കോണുകൾക്കെതിരെ വരുന്ന വശങ്ങൾ അനുപാതത്തിൽ എഴുതി നമ്മൾ AP/PD=PC/PB. എന്റെ കാരണവും പറഞ്ഞു. നിങ്ങൾ 8ാം ക്ലാസ് പഠിച്ചിട്ടില്ലേ? A/B നിങ്ങൾക്ക് എങ്ങനെ മാറ്റി എഴുതാം? A/B ആണെങ്കിൽ ഇതിനെ നമുക്ക് A/B എന്ന് പറയാം. 8ാം ക്ലാസ് പഠിച്ചത് അനുപാതം എന്ന പാഠഭാഗത്ത്, റേഷ്യോ എന്ന് പറഞ്ഞ പാഠഭാഗത്ത് A/B എന്ന് എഴുതുകയാണെങ്കിൽ, ഒരു അനുപാതത്തെ A/B എന്ന് എഴുതുകയാണെങ്കിൽ നമുക്ക് അതിന് A/B എന്ന് എഴുതാം. അനന്തര എക്സാമ്പിൾ 1:2 ആണെങ്കിൽ എങ്ങനെ എഴുതാം? ആലോചിച്ച് നോക്ക്. A/B A/B എന്നാണ് എഴുതുന്നതെങ്കിൽ 1:2 നമുക്ക് അങ്ങനെ എഴുതാം. 1/2. 3:2 ആണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ മാറ്റി എഴുതാം? 3/2 എന്ന് എഴുതാം. 7ാം ക്ലാസ്സിൽ തുടങ്ങുന്നതാണ് അനുപാതം, സൈഡുകളെ മാറ്റുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ നോക്കവിടെ AP/PD എന്നാണ് പറഞ്ഞിരിക്കുന്നത്. AP/PD. അപ്പൊ നിങ്ങൾ നോക്കുക, AP/PD നമുക്ക് എങ്ങനെ മാറ്റാം? AP/PD അപ്പൊ PC/PB നമുക്ക് അങ്ങനെ മാറ്റാം, PC/PB എന്നാക്കി മാറ്റാം. AP/PD നമ്മൾ എങ്ങനെ മാറ്റി? AP/PD എന്നാക്കി മാറ്റി. PC/PB നമ്മൾ എങ്ങനെ മാറ്റി? PC/PB. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇവിടെ ഞാൻ എല്ലാ ക്ലാസ്സുകളിലും ഒരു തമാശ പറയാറുണ്ട്. എന്താണ് ക്രോസ്? ചില കുട്ടികൾക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്ന് അറിയില്ല. അപ്പൊ സാധാരണയായിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ PB ഇവിടെ കൊണ്ടുവരുന്നു, AP-ന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. ഡിവൈഡഡ് ബൈ PD അപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ ഒരു സിമ്പലിനെ നമ്മൾ അങ്ങോട്ട്, ഹരണം എന്നുള്ള സിമ്പലിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഗുണിക്കണം എന്നുള്ള സിമ്പലായിട്ട് മാറും. ഇവിടത്തെ ഹരണം അപ്പുറത്ത് പോകുമ്പോഴോ ഗുണിക്കണം എന്നായിട്ട് മാറും. ഇവിടെ നോക്ക്, ഹരിക്കണം PB. ഹരിക്കണം PB ഇവിടെ വരുമ്പോഴോ AP-നോട് ഗുണിക്കണം. അപ്പൊ എങ്ങനെ വരും? AP ഗുണിക്കണം PB ഈസ് ഈക്വൽ ടു, ഇനി ഇവിടെ PC അല്ലേ ഉള്ളൂ, ഈ PC-ന്റെ അടുത്ത് ആരെയാ കൊണ്ടുവരേണ്ടത്? ബൈ PD-നെ പുറത്ത് കൊണ്ടുവരണം. ഹരിക്കണം ബൈ PD എന്ന് പറഞ്ഞാൽ ഹരിക്കണം PD ആണ്. ബൈ PD പുറം വരുമ്പോഴോ ഗുണിക്കണം PD. നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ഇതവിടെ തെളിയിക്കാൻ പറ്റും. അണ്ടർസ്റ്റാൻഡ്? ഇത് ഞാനൊരു കഥയിൽ കൂടെ പറഞ്ഞെടുക്കാറുണ്ട്, തമാശക്ക്. ഒരു കൊച്ചു തമാശ മാത്രമാണ്, കുട്ടികളുടെ മനസ്സിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ. അത് നിർബന്ധമായിട്ട് ഇവിടെ പറയണം. സപ്പോസ് ഇതൊരു വീടാന്ന് വിചാരിക്കാം. അതിന് ആങ്ങളെയാണ് AP. ഇതാരാണ്? പെങ്ങളാണ്. ആങ്ങളുടെ പേരെന്താ? AP. പെങ്ങളെ പേരെന്താ? PD കുടുംബത്തിൽ. അപ്പുറത്ത് വേലി കെട്ടിയിട്ടുണ്ട് വേറൊരു കുടുംബമുണ്ട്. ആളത്തെ ആങ്ങളെ PC, ഇവിടുത്തെ പെങ്ങള് PB. അപ്പൊ ഒരച്ഛൻ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അപ്പൊ AP എന്ന് പറഞ്ഞ ആങ്ങള ഇവിടുത്തെ പെങ്ങളെയല്ലേ കല്യാണം കഴിക്കും. ഇവിടുത്തെ പെങ്ങളെ പേരെന്താ? PP അല്ലേ. അതാണ് AP വേഴ്സ് PB. അപ്പുറത്തെ ആങ്ങളുടെ പേരെന്താ? PC. ഇവിടുത്തെ പെങ്ങളെ പേരെന്താ? PD. അപ്പൊ PC-നെ ആരാ കല്യാണം കഴിക്കുക? PD. അതാ PC/PD എന്ന് വിചാരിച്ചിട്ട് ഞാൻ തമാശ പറഞ്ഞതാണ്. വീട്ടിൽ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം നടത്തിയിട്ടുണ്ടോ, ഇവിടെയും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. പറഞ്ഞ മനസ്സിലാക്കാം. അതുകൊണ്ട് ഇവിടെ എന്താ സംഭവിച്ചത്? ഡിവൈഡഡ് ബൈ PD എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവത്തെ AP-ന്റെ അടുത്ത് കൊണ്ടിരിക്കുമ്പോൾ ഗുണിക്കണം PB ആയിട്ട് മാറും. അതാണ് നമ്മൾ AP/PB ആയിട്ട് മാറും. ഡിവൈഡഡ് ബൈ PD നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എങ്ങനെയായിട്ട് മാറും? PC ഗുണിക്കണം PD ആയിട്ട് മാറും. ഇത് നമ്മൾ തെളിയിച്ചു. അണ്ടർസ്റ്റാൻഡ്? യെസ്. അപ്പൊ നമ്മള് ഒരു കാര്യം പഠിച്ചു. ഒരു വൃത്തം വരച്ചു. ഇതിൽ ഞാനൊരു ഞാണ് വരച്ചു, AB എന്ന് വരച്ചു.
ഇതിലൊരു ഞാണ് വരച്ചു, സി ഡി എന്ന് വരച്ചു. എന്നിട്ടിപ്പോ നമ്മൾ തെളിച്ചില്ല. എന്തെങ്കിലും തെളിച്ച് എ പി ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു ബി ഡി. വി ഹാവ് ഓൾറെഡി പ്രൂവ്ഡ് ഇറ്റ്. അണ്ടർസ്റ്റാൻഡ്? അപ്പൊ നോക്ക് നിങ്ങൾ, അപ്പൊ നമ്മൾ ഇവിടെ ശരിക്കും ശ്രദ്ധിക്കണം. എ പി എന്ന കഷ്ണത്തിനോട് അതിന്റെ ബാക്കി പി ബി ആ ഗുണിക്കേണ്ടത്. എ പി എന്റെ കൈപ്പൊന്ന് നോക്കണേ. എ പി ഗുണിക്കണം പി ബി സമം ഇവിടെ എങ്ങനെയാ പി സി ഗുണിക്കണം പി ഡി. അത് അങ്ങനെ പറയാം. ചിലപ്പോ എ പി എന്ന ഞാനും സി ഡി എന്ന ഞാനിന് പകരം ഇവരിങ്ങനെ മാറ്റുന്നു. എന്ത് മാറ്റുന്നു? പരീക്ഷയ്ക്ക് ഇങ്ങനെ മാറ്റിക്കളഞ്ഞ അവര് എക്സ് വൈ എന്ന് കൊടുത്തു, എം എൻ എന്ന് കൊടുത്തു. ഇവിടെയോ അപ്പൊ നമ്മൾ എ പി ഇൻറ്റു പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് എഴുതിയ മാതിരി തന്നെ അത് ഇതുപോലെ എഴുതണം. അക്ഷരങ്ങൾ മാറിയിട്ടേ ഉള്ളൂ. അപ്പൊ ഈ കഷ്ടത്തിന്റെ പേരെന്തായി? എക്സോ എന്നായി. അപ്പൊ എക്സോ ഗുണിക്കണം വൈയോ സമം എമ്മോ ഗുണിക്കണം എന്നൊന്ന് തന്നെ എഴുതുന്നുണ്ട്. അവിടെ എ പി ഇൻറ്റു ബി ബി നേടിക്കില്ല, അവിടെ ഡൗൺ ആയി പോർഫി. ചിത്രത്തിൽ നമ്മൾ തെളിയിച്ചത് എങ്ങനെയാണ്? ഈ കഷ്ണം ഗുണിക്കണം ഈ കഷ്ണം സമം ഈ കഷ്ണം ഗുണിക്കണം ഈ കഷ്ണം. ചില കുട്ടികൾ അങ്ങനെ കുളത്തില്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? അപ്പൊ എങ്ങനെ പറഞ്ഞാലും നിങ്ങൾ ആ ഇക്വേഷൻ മറന്നു പോകരുത്. അപ്പൊ ഉദാഹരണത്തിന് ഞാനിവിടെ എ ബി തന്നെ കൊടുക്കുന്നു, ഇവിടെ സി ഡി എന്നെ കൊടുക്കുന്നു, ഇവിടെ പി കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ ഈ കഷ്ണം 5 എന്ന് എഴുതി, ഈ കഷ്ണം 6 എന്ന് എഴുതി. എന്നിട്ട് ഈ കഷ്ണം ഞാൻ 15 എന്ന് എഴുതി. ഇപ്പൊ എ പിയുടെ നീളം എത്രയാ? 5ഉം പി ബിയുടെ നീളം എത്രയാണ്? 6ഉം പി ഡിയുടെ നീളം എത്രയാണ്? 15. എങ്കിൽ പി സിയുടെ നീളം എന്ത്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് പി സി? എ പി ഈസ് ഈക്വൽ ടു 5, പി ബി ഈസ് ഈക്വൽ ടു 6, പി ഡി ഈസ് ഈക്വൽ ടു 15. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് പി സി? ഒന്നും നോക്കണ്ട, നമ്മൾ ഇതുപോലെ നേരത്തെ തെളിയിച്ചതുണ്ടല്ലോ. എങ്ങനെയായിരുന്നു നമ്മളെ ഇക്വേഷൻ എഴുതിയത്? തെളിയിച്ചിട്ട് നമുക്ക് ഇക്വേഷൻ കിട്ടിയത് അത് നമ്മളെ മനസ്സിൽ വേണം. എന്തായാലും നമ്മൾ നേരത്തെ തെളിയിച്ചത് ഈ കഷ്ണം ഗുണിക്കണം ഈ കഷ്ണം സമം ഈ കഷ്ണം ഗുണിക്കണം ഈ കഷ്ണം തന്നെ എഴുതിയത്. ഈ കഷ്ണത്തിന്റെ പേരെന്താ കുട്ടികളെ? എ പി ഗുണിക്കണം അതിന് ഈ കഷ്ണല്ലേ വിളിച്ചത്. അതിന്റെ പേരെന്താ? പി ബി ഈസ് ഈക്വൽ ടു ഈ കഷ്ണത്തിന്റെ പേരെന്താണ്? പി സി ആണ്. പി സി ഗുണിക്കണം കഷ്ണത്തിന്റെ പേരെന്താണ്? പി ഡി. ഇങ്ങനെ നമ്മൾ നേരത്തെ തെളിയിച്ച സൂത്രവാക്യം എഴുതിയാൽ മതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോ കഷ്ണത്തിലും തന്നിരിക്കുന്ന കഷ്ണങ്ങൾക്കൊക്കെ പേര് കൊടുത്തു. എന്ത് കൊടുക്കാം? എ പി. അപ്പൊ എ പിയുടെ സ്ഥലത്ത് എഴുതാം 5 ഗുണിക്കണം. പിന്നെ പി ബി അല്ലേ വരുന്നത്? പി ബിന്റെ നീളത്തില 6 കൊടുത്തു സമം പി സി ആ കണ്ടുപിടിക്കേണ്ടത് ഗുണിക്കണം പി ഡി തന്നിട്ടുണ്ട് 15. അപ്പൊ പി സിന്റെ നീളം കിട്ടാൻ ഇവിടെ ഗുണിക്കണം 15 അല്ലേ? ഈ ഗുണിക്കണം 5 ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ പോരാ. ഗുണിക്കണം നേരത്തെ പറഞ്ഞില്ലേ, ഏതൊരു ചിഹ്നത്തെയും സമത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും കൊണ്ടുപോകുമ്പോൾ അതിന്റെ എതിർ ചിഹ്നമാണ് എഴുതാം. ഗുണിക്കണം എന്നുള്ള ചിഹ്നം ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ ഹരിക്കണം എന്നുള്ള ചിഹ്നം എഴുതണം. ഹരിക്കണം എന്നുള്ള ചിഹ്നം കൊണ്ടുവരുമ്പോൾ ഗുണിക്കണം എഴുതണം. കൂട്ടണം എന്നുള്ള ചിഹ്നം കൊണ്ടുവരുമ്പോൾ കുറക്കണം. കുറക്കണം എന്നുള്ള ചിഹ്നം കൊണ്ടുവരുമ്പോൾ കൂട്ടണം. അതാണ് സമത്തിന്റെ അപ്പുറത്ത് ഇപ്പുറത്തും അതിന്റെ ഓപ്പോസിറ്റ് എഴുതാം. ഇവിടെ ഗുണിക്കണം 15 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? ഇവിടെ ആരുണ്ടാകിയ 5 ഗുണിക്കണം 6 ഉണ്ട് ഇവിടെ. അപ്പൊ അപ്പുറത്ത് കൊണ്ടുവരുന്ന ഗുണിക്കണം 15 ഈ സമത്തിന്റെ ഇപ്പുറത്ത് വരുമ്പോൾ എന്തായിട്ട് മാറും? ഹരിക്കണം 15 ആയി സമം പി സി. കൂട്ടുകളെ 6 5 എത്രയാ? 30 അല്ലേ? 6 5 കൊണ്ട് ഗുണിച്ചാൽ 30 അല്ലേ? 30 5 കൊണ്ട് 15 കൊണ്ട് ഹരിച്ചാലോ 30 എത്ര? 15 ഇട്ട്. അപ്പൊ 30/15 സമം 2. പി സിന്റെ നീളം 2. കറക്റ്റ് അല്ലേ? 6ഉം 5ഉം ഗുണിച്ചാൽ 30 അല്ലേ? 15 2 ഗുണിച്ചാൽ 30 അല്ലേ? ഇതാണ് ഇതിൽ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം. ഓക്കെ, വേറൊരു പ്രോബ്ലം നോക്കൂ നിങ്ങൾ. പി വരച്ചു. ശ്രദ്ധിക്കണം, ഞാനിവിടെ എ പി ഈക്വൽ ടു 16 എഴുതി, എ ബി ഈക്വൽ ടു 18 എഴുതി എന്ന് പറഞ്ഞാൽ ഈ കഷ്ണത്തിന് നീളം 16 ആണ്, എ ബി നീളം 18 ആണ്. ഇനി പി സി ഈക്വൽ ടു 2PD എന്ന് എഴുതി. പി സി ഈക്വൽ ടു 2PD. എങ്കിൽ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ PD? PD യുടെ നീളം എന്തായിരിക്കും? PC യുടെ നീളം എന്തായിരിക്കും? എന്തൊക്കെ കാണണം? PD കാണണം,
സി കാണാൻ. അത് പി ഡി മാത്രം കണ്ടുപിടിച്ചാൽ മതി. പി ഡി കാണാം. അണ്ടർസ്റ്റാൻഡ്? അപ്പൊ പി ഡിയുടെ നീളം നമുക്ക് കണ്ടുപിടിക്കാം. ചോദ്യം ഇങ്ങനെയാണ്: എ പി 16 എ ബി 18 ഇ സി ഏതിന് തുല്യമാണ്? 2 പി ഡിക്ക് തുല്യമാണ്. എങ്കിൽ പി ഡിയുടെ നീളം എന്തെന്നാണ് ചോദ്യം. അപ്പൊ നേരത്തെ നമ്മൾ തെളിയിച്ചതുപോലെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നിങ്ങൾ പറഞ്ഞപ്പോ നമ്മൾ നേരത്തെ തെളിയിച്ചത് എങ്ങനെയായിരുന്നു? കഷ്ണം ഗുണിക്കണം കഷ്ണം സമം കഷ്ണം ഗുണിക്കണം കഷ്ണം തന്നെ നമ്മൾ എഴുതിയത്. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക്? എ പി ഗുണിക്കണം കഷ്ണം ഗുണിക്കണം കഷ്ണം അല്ലെ പി ബി സമം കഷ്ണം ഗുണിക്കണം കഷ്ണം അല്ലെ പി സി ഗുണിക്കണം പി ഡി. ഇനി വിലകൾ കൊടുക്കുന്നു. എ പിയുടെ നീളം എത്രയാണ്? 16 ഗുണിക്കണം ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള നീളത്തിലാണ് എ പി ആണ്. നോക്കണം, ചിത്രത്തിൽ നോക്കണം. ഇവിടെ തൊട്ട് ഇവിടം വരെ 18 ആണ്. ഇവിടെ തൊട്ട് ഇവിടം വരെ 16 ഉണ്ട്. അപ്പൊ ഇങ്ങോട്ടേക്ക് എത്ര വേണം? പാട്ടാകണമെങ്കിൽ 2 അല്ലേ? അപ്പൊ ഇത് 16 ആയിരിക്കും, ഇത് 2 ആയിരിക്കും. ഈ 2 കിട്ടി മനസ്സിലായോ? കാരണം എ പിയുടെ നീളം 16 ആണ്, എ പിയുടെ നീളം പാട്ടാണ്. അപ്പൊ നമുക്ക് പി ബിയുടെ നീളം കണ്ടുപിടിച്ചു. ഇവിടെ തൊട്ട് ഇവിടം വരെ 16. ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് പാട്ടാകണമെങ്കിൽ 16 2 കൂട്ടണ്ടേ? അല്ലെ പാട്ടത്ത് 16 കുറച്ചാൽ മതി. അപ്പൊ പി ബിയും കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? പി ബിയുടെ നീളം 2 സമം. ഇനി പി സി ആർക്ക് തുല്യമാണ്? 2 പി ഡിക്ക് തുല്യമാണ്. ഇവിടെ നോക്ക്, പി സി ആർക്ക് തുല്യമാണ്? 2 പി ഡി. അപ്പൊ പി സിയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? 2 പി ഡി. പി സിയുടെ സ്ഥാനത്താണ് നമ്മൾ 2 പി ഡി കൊടുത്തത്. കണ്ടോ? പി സി സമയം 2 പി ഡി കണ്ടോ? ആ പി സിയുടെ സ്ഥാനത്ത് 2 പി ഡി ഗുണിക്കണം ഒരു പി ഡിയും കൂടി വന്നു. പി സിയുടെ ചോദ്യത്തിൽ പറഞ്ഞതുകൊണ്ടാണ് പി സിയുടെ സ്ഥാനത്ത് നമ്മൾ 2 പി ഡി കൊടുത്തത്. കാരണം പി സി ആർക്ക് സമാണ്? 2 പി ഡിക്ക്. അപ്പൊ പി സിയുടെ സ്ഥാനത്ത് 2 പി ഡി കൊടുത്തു ഇൻറ്റു പി ഡി. ഇനി ചെയ്ത് നോക്കാം. 16 ഗുണിക്കണം 2 സമം 2 പി ഡി ഗുണിക്കണം പി ഡി. പി ഡി സ്ക്വയർ ആയിട്ട് മാറും. എ ഗുണിക്കണം എ എന്തായിരുന്നു? എ സ്ക്വയർ. ബി ഗുണിക്കണം ബി എന്തായിരുന്നു? ബി സ്ക്വയർ. സി ഗുണിക്കണം സി എന്തായിരുന്നു? സി സ്ക്വയർ. 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 × 1. അങ്ങനെയാണ് 1 സ്ക്വയർ കിട്ടുന്നത്. 2 × 2 ആണ് 2 സ്ക്വയർ. 3 × 3 ആണ് 3 സ്ക്വയർ. 4 × 4 ആണ് 4 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ പി ഡി ഇൻറ്റു പി ഡി എന്ത് കിട്ടും? പി ഡി സ്ക്വയർ. അപ്പൊ 2 × പി ഡി സ്ക്വയറിലെ ഈ 2നെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പൊ ഇൻറ്റു 2 ആണ്, 2 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പൊ 2 കൊണ്ട് ഇവിടെ എന്താക്കിയാൽ മതി? ഹരിച്ചാൽ മതി. അപ്പൊ അത് കിട്ടും 16 ഗുണിക്കണം 2 സമം പി ഡി സ്ക്വയർ. ഈ 2 ക്യാൻസൽ ആയോ? അപ്പൊ പി ഡി സ്ക്വയർ സമം 16 കിട്ടിയോ? പി ഡി സ്ക്വയർ സമം 16 എങ്കിൽ പി ഡി സ്ക്വയർ സമം 16 ആണെങ്കിൽ പി ഡി സ്ക്വയർ സമം ഈ 2 ക്യാൻസൽ ആയി. അപ്പൊ എന്താണ്? അപ്പൊ പി ഡി ആരായിരിക്കണം? ഒന്നിന്റെ പി ഡി 1 ആയാൽ 1ന്റെ സ്ക്വയർ 16 കൂട്ടുക. പി ഡി 2 ആയാൽ 2ന്റെ സ്ക്വയർ 16 ആവുമോ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്. പി ഡി ഏതായാലാണ് ഏതിന്റെ സ്ക്വയർ ആണ് 14 വരുന്നത്? 16 വരുന്നത് 4ന്റെ സ്ക്വയറിലെ 16. അപ്പൊ പി ഡി എന്തായിരിക്കണം? പി ഡി സമം 4 ആയിരിക്കണം. കേട്ടോ? പി ഡിന്റെ സ്ഥാനത്ത് 4 എന്ന് കൊടുത്താലാണ് 4 സ്ക്വയർ സമം എന്ത് കിട്ടും? 16 കിട്ടും. അപ്പൊ പി ഡി സമം എന്തായിരിക്കണം? 16. പി ഡി സ്ക്വയർ സമം 16 ആണെങ്കിൽ പി ഡി സമത്തിലിരിക്കണം 4. അണ്ടർസ്റ്റാൻഡ്? ഓക്കെ. അപ്പം ഈ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുക.